കണ്ണേ കേരളെ VSA എന്ന മുദ്രാവാക്യം കേരളം ഏറ്റെടുത്ത ഇടതുപക്ഷ പ്രവർത്തകർ എല്ലാ വേദികളിലും VSനെ കാണുമ്പോൾ ആർത്തു വിളിക്കുന്ന മുദ്രാവാക്യം അതാദ്യമായി വിളിച്ചത് 2009 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് കിഷോർ എന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരു വാഹനത്തിന്റെ ഡ്രൈവറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിഷോർ, താങ്കൾ 2009 വിളിച്ച മുദ്രാവാക്യം പിന്നീട് കേരളം അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന VSന് അവസാനമായി യാത്ര നൽകാൻ ഒരുങ്ങിയാണ്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? VS ഞങ്ങളുടെ ആവേശമാണ്, പറഞ്ഞറിയാൻ പറ്റാത്തൊരാവേശമാണ് VSന് വേണ്ടിയാണ് 2009 കണ്ണേ കേരള ആദ്യമായിട്ട് വിളിച്ചത് ഞാൻ എയർപോർട്ടിൽ. അത് കേരളം ഏറ്റെടുത്ത്. അന്ന് അങ്ങനെ വിളിക്കാനുണ്ടായ സാഹചര്യം ആ ഒരു ആവേശത്തിൽ വിളിച്ചു പോയതാണ്. അന്ന് ഒരിക്കൽ കൂടി അത് വിളിക്കാതെ ആളുകൾക്ക് അത് കേൾക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. താങ്കൾ ആദ്യമായി അത് വിളിക്കും. ഞങ്ങൾ കൂടെ ഉള്ളവർ കണ്ണേ കേരള VS, പിച്ചിപ്പൂവേ റോസാപ്പൂവേ, റോസാപ്പൂവേ VS, ഞങ്ങൾക്കെന്നും ആവേശം, പോരാട്ടത്തിൽ വീതിയിലൂടെ, VS ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, VS മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, കണ്ണേ കേരള VS, പിച്ചിപ്പൂവേ റോസാപ്പൂവേ, റോസാപ്പൂവേ VS, ഞങ്ങൾക്കെന്നും ആവേശം, VS. ഇതാണ് ആവേശം. ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ, കാരണം അത്രമാത്രം ആവേശത്തോടെ 2009 മുതൽ VSനോടുള്ള സ്നേഹം കാരണം അദ്ദേഹം ആ പറഞ്ഞ വാക്കുകളാണ്, അദ്ദേഹം വിളിച്ച മുദ്രാവാക്യമാണ് പിന്നീട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ പ്രവർത്തകരുടെ ആ വാക്കുകളിൽ വേദികളിലൊക്കെ അലയടിച്ച കണ്ണേ കേരളെ VSA എന്ന മുദ്രാവാക്യം അതാദ്യമായി വിളിച്ച കിഷോറാണ്. ഇപ്പോൾ അദ്ദേഹം വികാരവായ്പോടെ VSനെ അവസാനമായി ഒരു നോക്കി കാണാൻ ആലങ്കോട് കാത്തുനിൽക്കുകയാണ്. ഇങ്ങനെ നിരവധി ആളുകളാണ് ഈ റോഡിന് ഇരുവശവും ഈ വാഹനവ്യൂഹത്തെ അനുഗമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോക്ക് VSനെ കണ്ട് അതിൽ പുഷ്പങ്ങൾ വിതറുവാനായി കാത്തുനിൽക്കുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ നിന്ന് പിന്നിട്ട് കച്ചേരി നട കഴിഞ്ഞ് ആലങ്കോടേക്ക് എത്തുകയാണ്. ആലങ്കോടേക്ക് അല്പസമയത്തിനകം എത്തും. പോലീസ് ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി 5 പോയിന്റുകൾ കൂടിയുണ്ട്. ആ പോയിന്റുകൾ പിന്നിടുമ്പോൾ ഏതാണ്ട് ഒരു മണിയോ 1:30 ആകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലും ഇങ്ങനെ വലിയ തരത്തിൽ VSനെ സ്നേഹിക്കുന്ന ആളുകളുടെ ജനപ്രവാഹമാണ്. അവർ റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഒരു നോക്ക് VSനെ അവസാനമായി കാണാൻ. അവർക്ക് നടുവിലൂടെ സ്വച്ഛന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ VS ഇങ്ങനെ ശാന്തനായി കടന്നു വരികയാണ്. തനിക്ക് വേണ്ടി ഒരു കാലത്ത് താൻ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ച പ്രവർത്തകർ ഇപ്പോൾ അവസാനമായി മൌനമായി കിടക്കുന്ന VSന് മുമ്പിൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി കണ്ണേ കേരളെ VSA എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് VSന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഇപ്പോൾ ആറ്റിങ്ങലിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയ VSന്റെ ഭൌതികദേഹം അല്പസമയത്തിനകം ആലങ്കോടേക്ക് എത്തിച്ചേരും. ഇവിടെ നിന്ന് കടുവയിൽ, പിന്നീട് കല്ലമ്പലത്ത്, നാവായിക്കുളത്ത് 28 മൈലിൽ, ഒടുവിൽ തിരുവനന്തപുരത്തിന്റെ അതിർത്തിയായ കടമ്പാട്ടകോണം അവിടം വിട്ട് പിന്നീട് അങ്ങ് കൊല്ലം ജില്ലയിലേക്ക് കയറുകയാണ്. ഇപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പേടകം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടേക്ക് എത്തുന്നതിന് മുന്നോടിയായി പൈലറ്റ് വാഹനങ്ങൾ അടക്കം ആലങ്കോടേക്ക് എത്തുന്നു. ഇനി പോലീസ് കൃത്യമായി ഇവിടെ ഗതാഗതം നിയന്ത്രിക്കുകയാണ്. മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള വാഹനവ്യൂഹം ഇതിന് പിന്നിലായി കടന്നു വരുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം ആലങ്കോട്ടേക്ക് VS അച്യുതാനന്ദന്റെ ഭൌതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം എത്തുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് മണിക്കൂറുകളായി VSനെ അവസാനമായി കാണാൻ, ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനു വേണ്ടി, അവസാന മുദ്രാവാക്യം VSനെ നോക്കി വിളിക്കുന്നതിനു വേണ്ടി, അദ്ദേഹത്തിന്റെ ഭൌതികദേഹത്തിൽ വഹിക്കുന്ന പേടകത്തിൽ ഒരു പുഷ്പം അർപ്പിക്കുന്നതിനു വേണ്ടി കാത്തുനിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് നടുവിലൂടെ, നദിയായി ദർബാർ ഹാളിൽ നിന്ന് ഒഴുകുന്ന നൂറുകണക്കിന് ആളുകൾക്ക് നടുവിലൂടെ VSന്റെ ഭൌതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ആലങ്കോട്ടിലേക്ക് എത്തുകയാണ്. അതിന് മുന്നോടിയായുള്ള പൈലറ്റ് വാഹനങ്ങൾ അടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അനൗൺസ്മെന്റ് വാഹനമാണ് വരാനുള്ളത്. അതിന് പിന്നിൽ 5 വാഹനങ്ങൾക്കിപ്പുറമാണ് VSന്റെ ഭൌതികദേഹം വഹിച്ചിരിക്കുന്ന ബസ് കടന്നുവരുന്നത്. ഏതാണ്ട് വൈകുന്നേരം 5 മണിക്ക് മുമ്പ്, നേരത്തെ ഷെഡ്യൂൾ അനുസരിച്ചായിരുന്നെങ്കിൽ 5 മണിക്ക് മുമ്പ് ഇവിടെ എത്തേണ്ടതാണ്. പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട്
അതിൽ നിന്നും ഇരട്ടിയിലധികം സമയം വൈകി. ഈ രാത്രി തീരാൻ നാളെയിലേക്ക് കടക്കാൻ 1 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോഴാണ് ഈ പോയിന്റിലേക്ക് ആലങ്കോട്ടേക്ക് VS-ന്റെ ഭൌതികദേഹം എത്തുന്നത്. ഇനിയും ഇതുപോലെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്ന ധാരാളം പ്രവർത്തകർ 5 പോയിന്റുകൾ കൂടി ഇനിയും കാത്തു നിൽക്കുകയാണ്. അതുകൂടി പിന്നിട്ട് ഇവിടെ നിന്ന് എപ്പോൾ ഈ വാഹന വ്യൂഹത്തിന് കടന്നുപോകാൻ ആലപ്പുഴ ലക്ഷ്യമാക്കി പുന്നപ്ര ലക്ഷ്യമാക്കി കടന്നുപോകാൻ കഴിയുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. പ്രിയപ്പെട്ട VS-നെ കേരളത്തിന്റെ സമരാവേശമായിരുന്ന VS അച്യുതാനന്ദൻ ഏതാണ്ട് 8 പതിറ്റാണ്ട് കാലം കേരളത്തിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച, കേരളം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറിയ, ഒരുപാട് കൊടിയ മർദ്ദനങ്ങൾക്കൊക്കെ ഇരയായി മാറിയ ആ രാഷ്ട്രീയ നേതാവിന് കേരളം അർഹിക്കുന്ന ആദരവോടെ വിട ചൊല്ലുകയാണ്. തന്നെ താനാക്കി മാറ്റിയ തലസ്ഥാന നഗരി, ആ തലസ്ഥാന നഗരിയോട് വിട പറയുകയാണ് VS. അദ്ദേഹത്തിന്റെ ഭൌതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഇപ്പോൾ ആലങ്കോട് ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുന്നു.